ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന സെക്കൻഡ് മൊഡ്യൂളിൻ്റെ തേർഡ് പാർട്ട് ക്ലാസ്സാണ്. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ 2 പാർട്ട് ക്ലാസ് നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ആ 2 പാർട്ട് ക്ലാസ്സും വാച്ച് ചെയ്യാത്തുണ്ടെങ്കിൽ ആ ക്ലാസ് എന്ത് ചെയ്യുക, നിങ്ങൾ പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യാം. നമ്മളൊരു ചാനലിലൂടെ FIUGP ബികോം BBA റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റമാണ്. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരാണ് അനലിറ്റിക്കൽ സിസ്റ്റം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ് മെത്തേഡ്സിൽ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടിങ് മെത്തേഡ്സിൽ ഒരു മെത്തേഡ് പറഞ്ഞു, ഡെപ്റ്റേഴ്സ് സിസ്റ്റം. ഡെപ്റ്റേഴ്സ് സിസ്റ്റം പ്രകാരം ഒരൊറ്റ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുള്ളതെന്ന് പറഞ്ഞു. ആ അക്കൗണ്ടിനെ പറഞ്ഞ പേരാണ് ബ്രാഞ്ച് അക്കൗണ്ട്. അതിൻ്റെ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സെക്കൻഡ് വരുന്ന മെത്തേഡാണ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരൊറ്റ അക്കൗണ്ട് അല്ല പ്രിപ്പയർ ചെയ്യുക, വേരിയസ് അക്കൗണ്ടുകളാണ്. ആ അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ഒന്നാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഇവിടെ പ്രോബ്ലംസിന് വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ട, പ്രോബ്ലംസൊക്കെ എന്ത് പഠിച്ചാൽ മതി, നിങ്ങൾ ബ്രാഞ്ച് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് പഠിച്ചാൽ മതി. പക്ഷേ ഇവിടെ ഇത്രയും അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നുള്ള ഈ ഒരു തിയറി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ 2 മെത്തേഡാണ് നമുക്ക് നമ്മുടെ സിലബസ് പഠിക്കാനുള്ളത്. ഒന്ന് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, അവിടെ ഒരൊറ്റ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുള്ളൂ, ആ അക്കൗണ്ടിന് പറഞ്ഞ പേരാണ് ബ്രാഞ്ച് അക്കൗണ്ട്. ദെൻ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, ഇവിടെ സ്റ്റോക്ക് അക്കൗണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടും ഓരോന്നും വെവ്വേറെ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്. അപ്പോൾ പ്രധാനമായിട്ട് 2 ബ്രാഞ്ചാണെന്ന് പറഞ്ഞു. ഒന്ന് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വരുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് മെയിൻറ്റെയിൻസ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബുക്സ്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എല്ലാ ബുക്സുകളും മെയിൻറ്റെയിൻ ചെയ്യും. പ്രിപ്പയർ ഇറ്റ്സ് ഓൺ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്, അവർ അവരുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. അതായത് അവരെന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല അവരുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ അവരവരുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ഹെഡ് ഓഫീസ് ലേറ്റർ കൺസോൾട്ടേറ്റ് അക്കൗണ്ട്, ഹെഡ് ഓഫീസ് എന്ത് മാത്രമേ ഡ്യൂട്ടി ഉള്ളൂ, അവരുടെ അക്കൗണ്ട് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ബ്രാഞ്ചാണ്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്തെന്നില്ല, ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ബ്രാഞ്ചല്ല, അവർ അവരുടേതായുള്ള കാര്യങ്ങൾ ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ചെയ്യുന്ന ബ്രാഞ്ചാണിത്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫീച്ചേഴ്സാണ്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ഫീച്ചേഴ്സ്. ഫസ്റ്റ് പോയിന്റ്, മെയിൻറ്റെയിൻസ് സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്. സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യും. പ്രിപ്പേഴ്സ് ഇറ്റ്സ് ഓൺ ഫൈനൽ അക്കൗണ്ട്, അവർ അവരുടേതായിട്ടുള്ള ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ബ്രാഞ്ച് മാനേജേഴ്സ് ഹാസ് എ വൈഡ് പവർ. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൽ ബ്രാഞ്ച് മാനേജർക്ക് വൈഡ് പവർ ഉണ്ട്. ബ്രാഞ്ച് പർച്ചേസ് ഗുഡ്സ് ഇൻഡിപെൻഡൻ്റ്, അവർ ഗുഡ്സൊക്കെ എന്ത് ചെയ്യും, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യും. ക്യാഷ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദി ബ്രാഞ്ച്, ബ്രാഞ്ച് തന്നെ എന്ത് ചെയ്യും, അവർ ക്യാഷുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. എക്സ്പെൻസസ് ആർ പെയ്ഡ് ബൈ ബ്രാഞ്ച് ഇറ്റ്സെൽഫ്, സ്വയം അവർ അവരുടെ എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തും. ബ്രാഞ്ച് മെയിൻറ്റെയിൻ ഇറ്റ്സ് ഓൺ ബാങ്ക് അക്കൗണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഹെഡ് ഓഫീസ് എക്സസൈസ് ഓവറാൾ കൺട്രോൾ ആണ്, ഹെഡ് ഓഫീസ് എന്ത് മാത്രമേ ഉള്ളൂ, ഒരു ഓവറാൾ കൺട്രോൾ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ആണ് പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ബ്രാഞ്ച്, ബ്രാഞ്ച് തന്നെ തീരുമാനിക്കുന്നത് അവരുടെ പ്രോഫിറ്റും ലോസും. സൂട്ടബിൾ ഫോർ ലാർജ് ബ്രാഞ്ചസ്, ലാർജ് ബ്രാഞ്ചിനാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് കൂടുതൽ സൂട്ടബിൾ. അപ്പോൾ നമ്മളിവിടെ 2 ബ്രാഞ്ച് പറഞ്ഞു. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്, ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചാണിത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്നാൽ അവരവരുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ബ്രാഞ്ചാണെന്ത്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതിലൊന്നാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, 2 ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, 3 ഹെഡ് ഓഫീസ് എക്സ്പെൻസസ് ചാർജബിൾ ടു ബ്രാഞ്ച്, 4 ഡിപ്രിസിയേഷൻ ഓൺ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്, 5 ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷന്, 6 റെമിറ്റൻസ് ഓഫ് അക്കൗണ്ട്.
6 അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതിൽ 2 അഡ്ജസ്റ്റ്മെൻറ്റാണ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, എക്സ്പ്ലനേഷൻ അടക്കം. ബാക്കി വരുന്ന 4 അഡ്ജസ്റ്റ്മെൻറ്റ് ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ പോയിൻ്റ് മാത്രം പഠിച്ചാൽ മതി. ആ 2 അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, എന്താണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, അതുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസും. യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിനും ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൻ്റെ ഭാഗത്തു നിന്നും ക്യാഷ് ഇൻ ട്രാൻസിറ്റിൻ്റെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഗുഡ്സ് സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച്. ഗുഡ്സ് എന്ത് ചെയ്യുന്നു, ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ നേരെ തിരിച്ച് ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്, ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്യുന്നു. വിച്ച് ഹാവ് നോട്ട് യെറ്റ് റീച്ച്ഡ് ദി ഡെസ്റ്റിനേഷൻ ഓൺ ദി ക്ലോസിംഗ് ഡേറ്റ് ആർ കാൾഡ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. പക്ഷേ ഗുഡ്സ് എന്ത് ചെയ്തില്ല, അക്കൗണ്ട് ക്ലോസിന് മുമ്പായിട്ട് എവിടെ എത്തിയിട്ടില്ല, ബ്രാഞ്ചിലോ അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലോ എത്തിയിട്ടില്ല. അപ്പോൾ നോട്ട് യെറ്റ് റീച്ച്ഡ് ആണ്. ആ ഒരു സെൻറ്റൻസ് കറക്റ്റ് മനസ്സിലാക്കുക. എന്താണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് പറഞ്ഞാൽ നോട്ട് യെറ്റ് റീച്ച്ഡ്. നമ്മൾ ഒരു ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലോട്ട് അയച്ചിട്ടുണ്ട്. പക്ഷേ ക്ലോസിങ് ഡേറ്റിൻ്റെ സമയത്ത്, അതായത് 31 മാർച്ചിൽ അത് എവിടെ എത്തിയിട്ടില്ല, നമ്മുടെ ബ്രാഞ്ചിൽ എത്തിയിട്ടില്ല. അത്തരം ഗുഡ്സിനെയാണെന്ന് പറയുന്നത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അതായത് ഗുഡ്സ് ഓൺ ദ വേ, ഗുഡ്സ് ഓൺ ദ വേ ആണ്. ഗുഡ്സ് എവിടെ എത്തിയിട്ടില്ല, ഹെഡ് ഓഫീസിൽ എത്തിയിട്ടില്ല. അത്തരം ഗുഡ്സിനെ നമ്മൾ എന്ത് പറയുന്നത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഗുഡ്സ് വർത്ത് ₹10,000 സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ഓൺ 13th March, റീച്ച്ഡ് ദി ബ്രാഞ്ച് ഓൺ 2nd April. അതായത് 10,000 രൂപയുടെ ഒരു ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യാണ്. എന്നാണ് സെൻഡ് ചെയ്യുന്നത്, മാർച്ച് 30 സെൻഡ് ചെയ്യുന്നത്. പക്ഷേ ആ ഗുഡ്സ് റീച്ച് ചെയ്യുന്നത് ഏപ്രിൽ 2 നമ്മൾ അക്കൗണ്ട് എന്നാൽ ക്ലോസ് ചെയ്യുക, മാർച്ച് 31 അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ മാർച്ച് 31 അക്കൗണ്ട് ക്ലോസ് ചെയ്തപ്പോൾ ഈ ഗുഡ്സ് എന്ത് ചെയ്തില്ല, ബ്രാഞ്ചിൽ എത്തിയിട്ടില്ല. ഗുഡ്സ് ഓൺ ദ വേ ആണ്. അത്തരം ഗുഡ്സിനെ നമ്മൾ എന്ത് പറയുന്നത്, അത്തരം ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് പറയുന്നത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് പറഞ്ഞാൽ ഗുഡ്സ് നോട്ട് യെറ്റ് റീച്ച്ഡ് ദി ഡെസ്റ്റിനേഷൻ, നോട്ട് യെറ്റ് റീച്ച്ഡ് ദി ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഈ ഒരു വേർഡ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഗുഡ്സ് ഓൺ ദി വേ, ആ വേർഡും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് തന്നെയാണിത് ക്യാഷ് ഇൻ ട്രാൻസിറ്റും. ഇവിടെ ക്യാഷാണ്, അവിടെ ഗുഡ്സ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്യാഷ് റെമിറ്റഡ് ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ് ഓർ വൈസ് വേഴ്സ. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്കോ അല്ലെങ്കിൽ ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്കോ. വിച്ച് നോട്ട് യെറ്റ് റീച്ച്ഡ് ദി ഡെസ്റ്റിനേഷൻ. എന്ത് ചെയ്തില്ല, ആ ക്യാഷ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല. ഓൺ ദി ക്ലോസിംഗ് ഡേറ്റ് ഈസ് കാൾഡ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് കുറച്ച് രൂപ അയച്ചു, ആ രൂപ എവിടെ എത്തിയിട്ടില്ല, ക്ലോസിംഗ് ഡേറ്റിൽ ഹെഡ് ഓഫീസിൽ എത്തിയിട്ടില്ല. അത്തരം ക്യാഷിന് നമ്മൾ എന്ത് പറയുന്നത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ക്യാഷ് ഓൺ ദ വേ ആണെന്ത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ഗുഡ്സ് ഓൺ ദ വേ ആണെന്ത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ക്യാഷ് ഓൺ ദ വേ ആണെന്ത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ബ്രാഞ്ച് സെൻഡ് ക്യാഷ് ₹5,000 ടു ഹെഡ് ഓഫീസ്. ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു, ഹെഡ് ഓഫീസിലേക്ക് 5,000 രൂപ അയക്കുന്നുണ്ട്. ഓൺ 31 മാർച്ച്, അല്ലേ, മാർച്ച് 30 അയക്കുന്നത്. ബട്ട് ഇറ്റ് റിസീവ്ഡ് ഏപ്രിൽ 2. അത് റിസീവ്ഡ് എന്നാണ് ഏപ്രിൽ 2 അപ്പോൾ മാർച്ച് 31 അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഒരു ക്യാഷ് എവിടെ എത്തിയിട്ടില്ല, ഹെഡ് ഓഫീസിൽ എത്തിയിട്ടില്ല. ഇത്തരം ട്രാൻസാക്ഷനെ നമ്മൾ എന്ത് പറയുന്നത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ടേമാണ് നമ്മളോട് പറഞ്ഞത്. ഒന്ന് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഗുഡ്സ് നോട്ട് എറ്റ് ദി ഡെസ്റ്റിനേഷൻ ഈസ് കാൾഡ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ക്യാഷ് നോട്ട് എറ്റ് ദി ഡെസ്റ്റിനേഷൻ ഈസ് കാൾഡ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തിയറി വരാറുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസ് നോക്കാം. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൻ്റെയും ക്യാഷ് ഇൻ ട്രാൻസിറ്റിൻ്റെയും ജേർണൽ എൻട്രീസ്. ഫസ്റ്റ് നമ്മൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൻ്റെ ജേർണൽ എൻട്രീസ് നോക്കാം. 2 ജേർണൽ എൻട്രി ആണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൻ്റെ കേസിൽ വരിക. ഒന്നാമത്തെ ജേർണൽ എൻട്രി,
ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച് അല്ലേ. എന്ത് ചെയ്യുന്നു, നമ്മൾ ഗുഡ്സ് എത്തിയിട്ടില്ല എന്ന് പറയുന്ന ജേണൽ എൻട്രിയാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച്. അതിൻ്റെ എമൗണ്ട് ഇവിടെ കാണിക്കുക. ഓക്കെ അല്ല, ഡെബിറ്റിലും ക്രെഡിറ്റിലും കാണിക്കുക. നരേഷൻ എഴുതുക, ബീയിങ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ് ടു റെക്കോർഡഡ് ആസ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. എന്ത് ചെയ്തില്ല, ആ ഗുഡ്സ് എത്തിയിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തു. ഇനി സെക്കൻഡ് ജേണൽ എൻട്രി, ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അല്ലേ. ബീയിങ് ഗുഡ്സ് ട്രാൻസിറ്റ് നൗ റിസീവ്ഡ്, എന്ത് ചെയ്തു, ബ്രാഞ്ചിലെത്തി. അതാണ് ഈ ഒരു ജേണൽ എൻട്രി, ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടോ, ചില ബുക്കുകളിലൊക്കെ ഇവിടെ മൂന്നാമത്തെ ജേണൽ എൻട്രി കാണും. അത് ആ ജേണൽ എന്ന് പറഞ്ഞാൽ ഈ ബ്രാഞ്ചിന് പകരം ഹെഡ് ഓഫീസ് ആക്കാം. ഹെഡ് ഓഫീസ് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഹെഡ് ഓഫീസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഹെഡ് ഓഫീസ് എന്ന് പറയും. ഹെഡ് ഓഫീസ് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ രണ്ട് ജേണൽ എൻട്രിയാണ് വരുന്നത്. ഒന്ന് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അക്കൗണ്ട്, നേരെ തിരിച്ചും ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട്. അപ്പോൾ ഈ രണ്ട് ജേണൽ എൻട്രി ഇതാണ് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് തിയറി ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ മീനിങ് ചെയ്താൽ ജേണൽ എൻട്രീസ് ചെയ്താൽ ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്യാഷ് ഇൻ ട്രാൻസിറ്റിൻ്റെ ജേണൽ എൻട്രീസ് നോക്കാം. സെയിം ജേണൽ എൻട്രീസ് തന്നെയാണ്. ഫസ്റ്റ് ജേണൽ എൻട്രി ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ദെൻ ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. രണ്ടിൻ്റെയും നരേഷനും കൂടി കൃത്യമായിട്ട് എഴുതുക. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി ഹെഡ് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിൽ നിന്നുള്ളടത്ത് എന്താവും, ഹെഡ് ഓഫീസിൽ നിന്നും കൂടി വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഏരിയയിലെ എല്ലാ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ 3 വീഡിയോസായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.